പാലക്കാട് മുതലമടയിൽ കൊണ്ടുവന്ന് തള്ളിയ കാതിക്കൂടത്തെ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ മാലിന്യം ഉടനടി നീക്കം ചെയ്യണമെന്ന് ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുതലമടയിലെ കള്ളിയമ്പാറയിൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിനടുത്ത് 70 ഏക്കർ സ്ഥലത്ത് ജൈവവളമെന്ന പേരിലാണ് സ്വകാര്യ വ്യക്തി കാതിക്കുടത്തെ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ രാസമാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയത്. കള്ളിയമ്പാറയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിൽ വ്യാപകമായി മെർക്കുറിയുടെ സാന്നിധ്യമുണ്ടെന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പരിശോധന റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന മാലിന്യം അടിയന്തരമായി പ്രദേശത്തു നിന്ന് നീക്കം ചെയ്യണമെന്ന് കാണിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഉടമ വിനോദ് എന്ന് പറയുന്ന വ്യക്തി 70 ഏക്കർ സ്ഥലത്തും 8 വർഷക്കാലം നിക്ഷേപിച്ച് 10,000-കണക്കിലെ ലോഡ് നിറ്റാജലത്തിൻ കെമിക്കൽ വേസ്റ്റ്, മെർക്കുറിയും ലെഡും കാഡ്മിയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരിക്കപ്പെടാവുന്ന ജലവും അതുപോലെ മണ്ണും മലിനീകരിക്കപ്പെടാവുന്ന ഘനലോഹങ്ങളടങ്ങിയ വസ്തു JCB ഉപയോഗിച്ച് രാപ്പകലില്ലാതെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സ്ഥലത്ത് 8 വർഷത്തോളമായി കുന്നുകൂട്ടിയ മാലിന്യം തൊട്ടടുത്ത ജലസ്രോതസ്സായ ഗായത്രിപ്പുഴയിലൂടെ ഭാരതപ്പുഴയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ആരോപണം. രൂക്ഷമായ ദുർഗന്ധം മൂലം പ്രദേശത്ത് ജനജീവിതവും ദുസ്സഹമാണ്. നെല്ലിയാമ്പതി വനമേഖലയ്ക്ക് താഴെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് മാലിന്യം കുഴിച്ചുമൂടാനാണ് ഇപ്പോൾ സ്ഥലമുടമ ശ്രമിക്കുന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറും പ്രാദേശിക ഭരണകൂടവും ഇടപെട്ട് സ്ഥലത്തു നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. രമേശ് നെന്മാറയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.